ഹായ് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി മീൻ കറിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാമൺ ഫിഷാണ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി എടുക്കാം. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും. അപ്പോൾ മീൻ ആദ്യം നന്നാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് മസാല ഇവിടെ റെഡിയാക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മീനിന് ആവശ്യമുള്ള കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി എടുത്ത് അടപ്പേ വെച്ച് ഇനി അതിനകത്ത് ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഇടാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ അതിനകത്ത് ഞാൻ കടുകിടുകയാണ്. അര സ്പൂൺ ഉലുവ, ഇനി നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിനകത്ത് ഇടാം. ഇത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് എടുത്ത് വെച്ചിരുന്ന മസാലയെല്ലാം ഇടുകയാണ്. ഇത് ചിലരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല ഓൾറെഡി ഒരു ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് ഇടാറുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇടുമ്പം ഒരു കാര്യം സൂക്ഷിക്കണം. ചെറിയ തീയിൽ വേണം നമ്മൾ മസാല ഇടാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മീനിൻ്റെ ടേസ്റ്റ് കൊള്ളത്തില്ല. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്കതിനകത്ത് പുളി ചേർക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് മറക്കാതെ ഒരു കമൻറ്റ് ഇതിനകത്ത് ഇട്ടിരിക്കുക. ഇനി അതിനകത്ത് ആവശ്യമുള്ള ഉപ്പും നമുക്ക് ചേർത്തിടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് പാകത്തിനുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇടാവുന്നതാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് തിളപ്പിക്കാം. നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കന്നത് മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാം. മീനൊക്കെ എടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. കാരണം നമ്മൾ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം മീനെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ചും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരി ഉലുവ പൊടിയും കൂടെ നിങ്ങൾ ഇടാം. അത് നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. പിന്നെ തുറന്ന് വെച്ച് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. ഇതെൻ്റെ കിച്ചണിൻ്റെ വിൻഡോ ആണ്. അപ്പോൾ അവിടെ കൂടെ നല്ല രസമുണ്ട് കാണാൻ. മഴയുടെ ഒരു സമയമാണ്.
അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നു. ഇത് ഞാൻ വളർത്തുന്ന പുതിന ചെടിയാണ്, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞാൻ ബിരിയാണിക്കൊന്നും കടയിൽ നിന്ന് മേടിക്കാറില്ല, ഇതിൽ നിന്നാണ് ഞാൻ പറിച്ച് ബിരിയാണി ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ വീഡിയോ വരുന്നുണ്ട് പുറകാലെ, അപ്പോൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. സെറ്റ് മച്ചാനെ, സെറ്റ്. നല്ല രുചികരമായ ഉള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.